ഞാൻ ഇന്നെത്തിയിട്ടുള്ള ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. വേറൊന്നുമല്ല, നമ്മൾ ഇന്നൊരു മയോണീസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് അടിപൊളി ഒരു മയോണീസ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു താമസിക്കുന്നില്ല. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു 1 2 3 4 5 ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് പെട്ടെന്നൊരു മയോണൈസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഓരോ ഇൻഗ്രീഡിയൻസിനെ നമുക്ക് പരിചയപ്പെടും. അപ്പോൾ നമുക്ക് ഈ ഒരു മുട്ടയാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു വെള്ളം മതി, നമുക്ക് മഞ്ഞ ആവശ്യമില്ല ഇതിൻ്റെ. പിന്നെ നമുക്ക് ഉപ്പ് വേണം. ഉപ്പ് ഇത്രയും വേണ്ട, നമുക്കൊരു നുള്ളുപ്പ് മതി. ഈ ഒരു നുള്ളുപ്പ് മതി നമുക്ക്. പിന്നെ ഈ പഞ്ചസാര എന്ന് പറയുന്നത് നമുക്ക് ഇത്രയും വേണ്ട, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത്രയും കൂടുതൽ ഇട്ടിരിക്കുന്നത്. അത് നമുക്ക് കുറച്ച് മതി. പിന്നെ 2 അല്ലി വെളുത്തുള്ളിയാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. പിന്നെ അടുത്തതായിട്ട് ഞാനിപ്പോൾ സൺഫ്ലവർ എടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം, വെളിച്ചെണ്ണയൊന്നും എടുക്കരുത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇതിൻ്റെ പണിയിലേക്ക് പോകും. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മുട്ട വെള്ള മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. ഇത്രയും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല, എന്നാലും കുറേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് നമ്മൾ ഒരു മുട്ട ഫുള്ള് ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് 2 നമ്മൾ ഉലിച്ച് വെച്ച 2 തരം വെളുത്തുള്ളിയാണ്. ഇത് രണ്ടും നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഇടാൻ പോകുന്നത് ഒരു നുള്ളുപ്പാണ്, ഒരു പിഞ്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു പിഞ്ചും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു നമ്മുടെ സ്പൂണിൻ്റെ അളവിലാണ് ഞാൻ ഇപ്പോൾ ഇടുന്നത്. ഇത് ഫുള്ളായിട്ട് നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പഞ്ചസാര എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് ജാറ് നല്ലോണം മുറുക്കി അടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. 4 അടി മതിയാവും ഇതിനെ. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചൊഴിച്ച് ഇതൊന്ന് കട്ട് ചെയ്യാക്കണം. ഇനി സൺഫ്ലവർ ഓയിൽ നമുക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, നമ്മൾ അതും ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇത്തിരി കൂടെ കട്ട് ചെയ്യുന്നുണ്ട്. നമുക്കിത് ഫുള്ളൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്തിരി നമുക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്തിരി നമ്മൾ കട്ടിക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം നല്ല കട്ടി വേണോ അത്രത്തോളം നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ സൺഫ്ലവർ ഓയിൽ എത്രത്തോളം ഒഴിക്കുന്നോ അത്രത്തോളം ഇത് കട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ചായിട്ട് ഇട്ടിട്ട് വേണം ബ്ലെൻഡ് ചെയ്യാൻ. ഒറ്റയടിക്ക് ഫുൾ ഇട്ട് കഴിഞ്ഞാൽ മയോണൈസ് താഴെ പോവുകയും സൺഫ്ലവർ ഓയിൽ മേളിൽ വരികയും ചെയ്യും. ഒരിക്കലും അത് മിക്സ് ആവില്ല. അടുത്തായിട്ട് നമ്മൾ ഇതിനെ കട്ടി കുറച്ചാണ് നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടതെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഒഴിച്ചാൽ മതി. ഇപ്പോൾ ഈ ബൗളിൻ്റെ ഒരു 3/4 ഭാഗത്തോളം നമ്മൾ ഇത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മൾ പാത്രത്തിലോട്ട് ഇനി മാറ്റാം ഇത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇതാണ് കിട്ടിയിട്ടുള്ള മയോണൈസ്. ഇതിപ്പോൾ നല്ല കട്ടി കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഞങ്ങൾ പൊതുവേ കഴിക്കുന്ന ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ്.
പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ലൂസായിട്ട് വേണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ കുറച്ചൊഴിച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താലും ലൂസായിട്ട് വരും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ബൈ.